മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് തിരഞ്ഞെടുപ്പ് ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. തീ പാറുന്ന മത്സരമാണ് ഓരോ മണ്ഡലത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയില് പാലക്കാട് നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആരാണ് അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ വിജയിക്കാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. നിലവിൽ കോൺഗ്രസിന്റെ MLA ആണ് പാലക്കാട് ഉള്ളത്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തില് കാരണം കേരളം ഒന്നടങ്കം കോൺഗ്രസ് അപമാനിക്കപ്പെട്ടു എന്നുള്ളതൊരു യാഥാർത്ഥ്യം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം പെണ്ണ് കേസാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ളത്. ഇത് കോൺഗ്രസ് അംഗീകരിച്ചതോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പെണ്ണ് കേസിനെ കോൺഗ്രസ് ആണ് ആദ്യം അംഗീകരിച്ച് രംഗത്തെത്തിയത്. അതെ, ഈ രാഹുൽ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഹുലിനെ ചവിട്ടി പുറത്താക്കിയതും കോൺഗ്രസ് തന്നെയാണ് ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ സകല മലയാളികളും തിരിച്ചറിയാം, ഇതൊക്കെ പാലക്കാടൻ ജനത കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആര് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ പറയുന്ന പാലക്കാട്ടേക്ക് എത്തിയാലും പാലക്കാടൻ ജനത ഓടിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പിഷാരടിയുടെ പേരൊക്കെയാണ് അവിടെ കേൾക്കുന്നത്. പിഷാരടിയോട് പറയാനുള്ളത്, ആത്മാഭിമാനം എന്ന ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് മണ്ഡലത്തിലേക്ക് പോയാലും പാലക്കാട്ടേക്ക് പോകാതിരിക്കുക. അമ്മാതിരി രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ മണ്ഡലത്തെ അവിടെ എത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും അവിടെ തെക്കോട്ട് വടക്കോട്ട് ഓടിക്കൊണ്ടിരിക്കും. നെട്ടോട്ടത്തിലാ. ആര് വന്നാലും ആരെ സ്ഥാനാർത്ഥിയാക്കിയാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അവിടെ ഉണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പൊട്ടിക്കാൻ. അപ്പോൾ കോൺഗ്രസിന്റെ കാര്യം ഏകദേശം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ തീരുമാനമാണ് എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. മറ്റൊരു മുന്നണി എന്ന് പറയുന്നത് LDF ആണ്. നമുക്കറിയാം, LDFനെ സംബന്ധിച്ച് 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും അതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പാണെങ്കിലും അതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പാണ്. 2016 മുതൽ 3-ാം സ്ഥാനത്താണ് ഈ പറയുന്ന LDF പാലക്കാട്. ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു വ്യവസായി എന്നൊക്കെ പറഞ്ഞ് അവിടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആര് സ്ഥാനാർത്ഥിയാലും 3-ാം സ്ഥാനത്തേക്ക് വേണ്ടിയിട്ടുള്ള മത്സരത്തിനാണ് നിലവില് LDF എത്തിയിട്ടുള്ളത്. നമുക്കറിയാം, 3-ാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് BJP ഉയർത്തിപ്പിടിക്കുന്നു. ഒന്ന് കോൺഗ്രസ്, LDF, BJP, നമ്മുടെ കേരളത്തിലെ 3 മുന്നണികൾ. ഇതിൽ BJP പാലക്കാടൻ ജനതയുടെ ഹൃദയത്തിലേക്ക് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ല, LDFന് സ്ഥാനാർത്ഥിയെ ഈ സമയം വരെ തീരുമാനിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് കളം നിറഞ്ഞു തുടങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കളം നിറഞ്ഞാടി തുടങ്ങി എന്നുള്ളത് വലിയ യാഥാർത്ഥ്യമാണ്. ഭാരതീയ ജനതാ പാർട്ടി കൃത്യമായിട്ട് പാലക്കാട് ഇത്തവണ BJPക്ക് MLA ഉണ്ടാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രഖ്യാപനം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും കരുത്തിയായിട്ടുള്ള വനിതാ ലീഡറായിട്ടുള്ള ശോഭാ സുരേന്ദ്രനെ തന്നെ പാലക്കാട്ടേക്ക് ഇറക്കിയിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനും പാലക്കാടും തമ്മിലുള്ള ഒരു ബന്ധം പല ആളുകൾക്കും അറിയാൻ സാധ്യതയില്ല. പാലക്കാട് എങ്ങനെയാണ് ഇത്രത്തോളം പ്രമുഖ മാധ്യമങ്ങളിൽ പോലും വലിയ ചർച്ചയായിട്ട് BJPയുടെ A ക്ലാസ് മണ്ഡലം, BJPക്ക് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ പോലും BJP ജയിക്കുമോ എന്നുള്ള ആ വലിയൊരു ചർച്ചയിലേക്ക് ആ മണ്ഡലത്തെ എത്തിച്ചതിൽ ശോഭാ സുരേന്ദ്രന്റെ പങ്കെന്താണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് ഇന്നലകളിലേക്ക് നമ്മളൊന്ന് പോവേണ്ടതുണ്ട്. അതായത് 2011 റിസൾട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ആ സമയത്ത് BJPക്ക് അവിടെ ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് 22,000 ചില്ലറ വോട്ട് മാത്രമായിരുന്നു. ഇതേ പാലക്കാട് മണ്ഡലത്തിലേക്ക് 2016 ഈ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ വരുന്ന സമയത്ത് അവിടെ 40,076 വോട്ടിലേക്ക് ശോഭാ സുരേന്ദ്രൻ അങ്ങ് ഈ മണ്ഡലത്തിൽ BJP അങ്ങ് എത്തിച്ചിട്ടുണ്ട്. അതായത് 2-ാം സ്ഥാനം. 2016 പാലക്കാട് നിയമസഭാ മണ്ഡലത്തില് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയത് മുതലാണ് BJP പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2-ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ശോഭാ സുരേന്ദ്രനാണ് ഈ പറയുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തെ A ക്ലാസ് മണ്ഡലമാക്കി, BJPയുടെ A ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയിട്ടുള്ളത്. അതായത്
ഡബിൾ വോട്ടങ്ങ് അവിടെ അധികരിപ്പിച്ചു. പിന്നീട് നമ്മൾക്കറിയാം ഈ ശ്രീധരനാണ് മത്സരിച്ചിട്ടുള്ളത്. കേവലം 4000-ലും കുറവ് വോട്ടിലാണ് അവിടെ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നമുക്കറിയാം, ഏതൊരു ഉപതെരഞ്ഞെടുപ്പ് വന്നാലും ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നൊരു ചോദ്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. ആ സമയത്ത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്, BJPക്ക് വലിയ കോട്ടം സംഭവിച്ചിട്ടില്ല, 2ാം സ്ഥാനത്തിനും ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ വരുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. നമ്മൾ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിൽ നോമ്പുതുറയുണ്ട്, ക്ഷേത്രങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, കല്യാണ വീടുകളില്. അതായത് UDF-ഓ LDF-ഓ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു റൗണ്ട് ഓട്ടം ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ ഓടി തുടങ്ങിയിരിക്കുന്നു. ഏകദേശം പൂർത്തിയാവാൻ പോകുന്നു. ആദ്യ റൗണ്ട് ആദ്യം കളത്തിലിറങ്ങിയത് ശോഭാ സുരേന്ദ്രൻ. എന്തെങ്കിലും പറയുന്ന ഒരു സാധാരണ ലീഡർ പോലും അല്ല ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. ഇത്തവണ കേരള നിയമസഭയിൽ ഉണ്ടാവുമെന്ന് 1000 തവണ ഉറപ്പുള്ളൊരു നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത്. എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളിലും സ്വീകാര്യയാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന്. ഏതൊരാള് ശോഭാ സുരേന്ദ്രന്റെ അടുത്തേക്ക് വന്ന് സഹായം ചോദിച്ചാലും മതമോ ജാതിയോ ഒന്നുമേ ഇല്ലാതെ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ട് കൃത്യമായ ഒരു റിസൾട്ട് ആര് തന്നെ സമീപിക്കുന്നോ അവരെന്താണോ സഹായം ചോദിച്ചത് അത് കൃത്യമായിട്ട് ഒരു അധികാരം പോലും ഇല്ലാതെ, ഒരു MLA പോലും അല്ലാതെ, ഒരു MP പോലും അല്ലാതെ ശോഭാ സുരേന്ദ്രൻ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ട് സഹായം ചെയ്യാറുണ്ട്. പാലക്കാടൻ ജനതക്കറിയാം ശോഭാ സുരേന്ദ്രൻ ആരാണ് എന്നുള്ളത്. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ 20,000-ൽ ചില്ലറ വോട്ട് കിട്ടിയിരുന്ന BJP 2016-ല് അത് ഡബിൾ 40,000-ലധികം വോട്ടിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തിച്ച സമയത്ത് തന്നെ മലയാളികൾക്ക് ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പാലക്കാടൻ ജനതക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളാണ് ശോഭാ സുരേന്ദ്രന് എന്നുള്ളത്. അവർക്ക് എത്രത്തോളം അവർ ഹൃദയത്തിലേറ്റി എന്നുള്ളത് വരുന്ന തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ കേരളം ഒന്നടങ്കം തിരിച്ചറിയും. പാലക്കാടിന്റെ മുക്കും മൂലയും ഗ്രാമാന്തരങ്ങളിലൂടെ ശോഭാ സുരേന്ദ്രനെ അറിയുന്ന ആളുകള് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ പാലക്കാട് വിജയിക്കുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. കോൺഗ്രസ് ഒക്കെ ഇത്തവണ അവിടെ അപ്രസക്തമാവും എന്നുള്ളതൊരു യാഥാർത്ഥ്യ. പെണ്ണ് കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് തന്നെ അംഗീകരിച്ചിട്ടുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തില് പെണ്ണ് കേസിൽ പ്രതിയാണ് എന്നുള്ളത് കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളത്. ആ കോൺഗ്രസില് ആര് സ്ഥാനാർത്ഥിയായാലും അവരെ പാലക്കാടൻ ജനത എടുത്ത് ആറ്റിലെറിയും എന്നുള്ളതൊരു യാഥാർത്ഥ്യ. പിന്നീടുള്ളത് LDF ആണ്. LDFന് അവിടെ 3ാം സ്ഥാനത്തേക്കുള്ള മത്സരത്തിലാണ്. സ്വാഭാവികമായിട്ടും ഏതു ഭാഗത്ത് നിന്ന് നോക്കിയാലും ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്ന് വിജയിച്ച് ഇത്തവണ കേരള നിയമസഭയിൽ ഉണ്ടാവുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.